പൊന്നുമണീസ്, ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് മുറ്റം തൂക്കാൻ ഇറങ്ങിയേ. ഒത്തിരി ചപ്പൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തൂത്ത് മാറി. പിന്നെ ഇന്നലെ ഞാൻ കടല കുതിരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും കടലക്കറി ആക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് എനിക്ക് കാപ്പിയുടെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. അപ്പമോ ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കടല കുക്കറിലിട്ടു. പിന്നെ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടു എന്നിട്ട് വേവിക്കാനായിട്ട് വെച്ചു. ആ സമയത്ത് അയ്മുനെ അധികം പോയി നോക്കി, ഒരനക്കവും ഇല്ല. ഞാനോർത്ത് എന്ത് ചെയ്യുന്നു. അപ്പം മുറ്റത്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെര തൂത്തിട്ടു. എന്നിട്ട് വന്ന് നോക്കിയപ്പം കടല വെന്തിരിപ്പുണ്ട്. തേങ്ങ വറുത്തരച്ചാണ് ഞാൻ കറി വെക്കുന്നത്, അല്ലാതെ മസാല ഇട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. തേങ്ങ വറുത്തരച്ചാവുമ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി. മക്കൾക്ക് കൊടുക്കാനും കുഴപ്പമില്ല, അവരും കടല പിറക്കി തിന്നോളും. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം അപ്പച്ചട്ടി വെച്ച് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇക്ക ഇല്ല കേട്ടോ, ഇക്ക ഹോസ്പിറ്റലിൽ പോയേക്കുക അത്യാവശ്യമായിട്ട്. ഇക്ക 5 മണിയായപ്പോൾ പോയതാണ് രാവിലെ. അപ്പോൾ ഞാൻ രാവിലെ ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെയും കയറി കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് താമസിച്ചു പോയി. ഇപ്പോൾ 10:45 ആഹാരമായപ്പം. പിന്നെ 2-3 അപ്പവും കുറച്ച് കടലക്കറിയും എടുത്ത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നേ. അവർ രണ്ടുപേരും TV കാണുവാണ്. അപ്പം ഞാൻ ആഹാരം കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 പേർക്കും ഞുള്ളി കൊടുത്തു. ഇങ്ങനെ ഇരിക്കുമ്പം അവർക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. അങ്ങനെ രണ്ടുണ്ട് കേട്ടോ ഗുണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ? ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെ തുടങ്ങിയ ഒരു ചാനലാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.